സ്വർണ്ണക്കൊള്ളയിൽ റാന്നി കോടതിയുടെ നടപടികൾ രഹസ്യ സ്വഭാവത്തിൽ. കേസുമായി ബന്ധമില്ലാത്തവർക്ക് കോടതി മുറിയിൽ പ്രവേശനമില്ല. ഇതര അഭിഭാഷകരെയും പുറത്താക്കിയിരിക്കുകയാണ്. അടച്ചിട്ട കോടതിയിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, കോടതിക്കകത്തുനിന്നും നമുക്ക് വിവരങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാണോ മനസ്സിലാക്കുന്നത്? എല്ലാവരെയും പുറത്താക്കി. അതീവ രഹസ്യമായിട്ടാണോ നടപടികൾ? അതീവമായ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ്. പ്രത്യേകിച്ച് 6 ആഴ്ചയാണ് സമയം കൊടുത്തത്. അതിനിടയിൽ മാധ്യമങ്ങളിലേക്ക് പോലും വിവരങ്ങൾ പങ്കുവെക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ രഹസ്യ സ്വഭാവത്തിൽ നടപടി വേണമെന്ന ആവശ്യം കോടതിക്ക് മുമ്പിൽ ഉന്നയിച്ചത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. 11:10 ഈ കേസ് കോടതി പരിഗണിച്ചത്. ഇപ്പോൾ കോടതിക്കകത്ത് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കോടതിക്കകത്തുണ്ടായിരുന്ന മറ്റ് അഭിഭാഷകർ, ഈ കേസുമായി ബന്ധമില്ലാത്ത അഭിഭാഷകരെയും ഒപ്പം മാധ്യമപ്രവർത്തകരോടും ഒക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയായിരുന്നു. മറ്റു കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിക്കകത്ത് എത്തിയവരെ അടക്കം പുറത്താക്കിക്കൊണ്ട് കോടതി അടച്ചിട്ട കോടതിയിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. എസ് ശശിധരൻ SP, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ കൂടിയായ എസ് ശശിധരൻ കോടതിക്കകത്തുണ്ട്. ഒപ്പം തന്നെ പ്രതിയുടെ അഭിഭാഷകൻ അടക്കം കോടതിക്കകത്തുണ്ട്. ജനലും വാതിലും ഒക്കെ അടച്ചുപൂട്ടി അടച്ചിട്ട കോടതിയിൽ ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കസ്റ്റഡി അപേക്ഷ നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ നൽകിയതാണ്. കസ്റ്റഡി വേണമെന്ന ആവശ്യമാണ്. കാരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതടക്കമുണ്ട്. അവരെ കസ്റ്റഡി എടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. തെളിവെടുപ്പടക്കം മറ്റ് പുറത്തുള്ള സംസ്ഥാനം തമിഴ്നാടും ഒപ്പം റാന്നി കോടതി നടപടികൾ രഹസ്യ സ്വഭാവത്തിൽ പുരോഗമിക്കുകയാണ്. അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. മറ്റ് അഭിഭാഷകരെ അടക്കം കോടതി മുറിയിൽ നിന്നും പുറത്താക്കിയ ശേഷമാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം പോറ്റി എന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്.